ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. 11 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. പ്രസിദ്ധ ക്ഷേത്രങ്ങളിലൊന്നായ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും കർക്കിടക മാസം നടത്തിവരാറുള്ള ആനയൂട്ടും പ്രത്യക്ഷ ഗണപതി ഹോമവുമാണ് നടന്നത്. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് മീറ്റ്ന രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളവും അരങ്ങേറി. 10 മണിക്ക് 11 ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആനയൂട്ടും നടന്നു. വിളക്കുവെപ്പ്, മെഗാ തിരുവാതിരക്കളി, പാലപ്പുറം നാരായൺകുട്ടിയും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും എന്നിവയും ഉണ്ടായി. 100 കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ആനയൂട്ട് കമ്മിറ്റി പ്രസിഡന്റ് AR രാജേഷ് പറഞ്ഞു. ചിനക്കത്തൂർ ക്ഷേത്രത്തില് ഈ വർഷം 11 ആനകളുമായിട്ട് കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി നടന്നിരിക്കുകയാണ്. സഹസ്രം വരുന്ന ഭക്തജനങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് തട്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.